ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈ മൂന്ന് മാങ്ങ എന്ന് പറയുന്നത് 3/4 കിലോ മാങ്ങയുണ്ട്. ഇതൊന്ന് അച്ചാറിടാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ തൊലി കളഞ്ഞ് ഇത് കഴുകി വെള്ളം തുടച്ച് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ തൊലി കളഞ്ഞ് അരിഞ്ഞെടുക്കണം. അതിനാവശ്യത്തിന് ഇത്ര ഒരു 2 കുടം വെളുത്തുള്ളി, ഇത്ര ഇഞ്ചി തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇത് മാങ്ങ അരിഞ്ഞെടുക്കട്ടെ. 3 മാങ്ങയും തൊലി കളഞ്ഞ് ചെത്തി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് കീറി അരിഞ്ഞെടുക്കാം. മാങ്ങയെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം. പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇനി എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ എന്ന് പറയുന്നത് നല്ലെണ്ണ, എള്ളെണ്ണ എന്ന് പറയും. ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണയുടെ അളവ് ഞാൻ പറയുന്നില്ല. എണ്ണ ഒരുപാട് നാൾ വെച്ചേക്കാണെങ്കിൽ നമ്മൾ ഇച്ചിരി ഏറെ എണ്ണ ഒഴിക്കണം. അല്ല, എണ്ണ കുറച്ച് മതിയെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതി. കൊണ്ടുപോകാനൊക്കെ ആണെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മളെടുത്താൽ മതി. വീട്ടിലേക്കുള്ള ഉപയോഗത്തിനും അല്ലെങ്കിൽ കുറച്ച് നാൾ സൂക്ഷിച്ച് വെച്ചേക്കാനും ആണെങ്കിൽ നമ്മൾ ഇച്ചിരി ഏറെ എണ്ണ ഒഴിക്കണം. എണ്ണ ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ആ കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ ചതച്ച് കൊടുക്കുന്നത് നല്ല തിക്ക് ഗ്രേവി നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇഞ്ചി വെളുത്തുള്ളി നമ്മളങ്ങനെ ചതച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിത് മൂത്ത് വരുന്നവരെ ഇളക്കി നല്ല ചുമന്ന കളറാവുന്നവരെ, ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഓരോരോ പൊടികൾ ഇട്ട് കൊടുക്കാം. എല്ലാം സ്പൂണിൻ്റെ അളവാണ്. മാങ്ങയ്ക്കനുസരിച്ചാണ് നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ ഇതിൽ ഈ എടുക്കുന്നതിനകത്തൊന്നും വെള്ളമില്ലാതിരുന്നാൽ മാങ്ങയൊന്നും പൂത്തു പോകാതിരിക്കും. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പെട്ടെന്ന് പൂത്തു പോകും. സ്പൂണിനൊരു 1/4 സ്പൂണ് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. അത്രയും തന്നെ നമുക്ക് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ മുളക് പൊടി. ഇത് ഈ സ്പൂണിൻ്റെ ആ അളവാണ്. ഇങ്ങനെ 3 സ്പൂണ് മുളക് പൊടി. ഇത് 1 സ്പൂണുണ്ട്. 2 സ്പൂൺ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഈ എണ്ണയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് അതിൻ്റെ പച്ചപ്പൊന്ന് മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോകാതെ നോക്കണം. കാരണം ചൂടായി കിടക്കുന്ന എണ്ണയാണ്. ആവശ്യമെങ്കിൽ വലിയ തീയുള്ളതാണെങ്കിൽ കിടത്തിയിട്ടാലും കുഴപ്പമൊന്നുമില്ല. ആ എണ്ണ നല്ല ചൂടായതുകൊണ്ട് അതിൽ കിടന്ന് മുളകും ഇതെല്ലാം ഒന്ന് മൊരിഞ്ഞ് കിട്ടും. ഇനി അതിലേക്ക് കായപ്പൊടി, ഒരു 1/4 സ്പൂണ് കായപ്പൊടി അതിലിട്ട് കൊടുത്ത് അതൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഒരു 2 സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അത് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്യാം. ഉപ്പിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഉപ്പിൻ്റെ അളവ് എപ്പോഴും അച്ചാറുകൾക്ക് ഇച്ചിരി കൂടി നിന്നാൽ നല്ലതാണ്. കാരണം കേട് കൂടാതിരിക്കും. ഇപ്പം ഞാനിതിന് 2 സ്പൂണായിട്ടിരിക്കുന്നത്. നമുക്ക് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഒരു അല്പം കൂടെ ചേർക്കാം. ഇന്ന് ചേർക്കണമെന്നില്ല, നാളെ ആയാലും മതി. ചേർക്കുന്ന എപ്പോഴും നല്ലതാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കാം. വിനാഗിരി
നല്ലതുപോലെ മിക്സ് ചെയ്യും. വിനാഗിരി ഒഴിച്ചു. വിനാഗിരി ഇഷ്ടമില്ലാത്തവർ ഒഴിക്കണ്ട, സ്കിപ്പ് ചെയ്തേക്കുക, അത്രയും ചേർത്താൽ മതി. വിനാഗിരി ഇഷ്ടമുള്ളവർ ഒഴിക്കുക. വിനാഗിരി ഒഴിച്ചാൽ കുറേ കാലം കൂടെ കേടുകൂടാതിരിക്കും. ഇത് കഴിഞ്ഞിട്ട് തൊട്ട് നോക്കി ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. ഞാൻ മാങ്ങ അടുപ്പിലിട്ടതിന് ശേഷം തീ കത്തിച്ചിട്ടില്ല, കാരണം അത് വെന്തു പോകാതിരിക്കാൻ വേണ്ടി. ഇപ്പം തന്നെ ഈ ചെറിയ ചൂട് മതി ഇതിന്. ഇനി ഇത് നമുക്ക് ഒന്നുകിൽ പൊട്ടുന്ന പാത്രങ്ങളിലോട്ടോ അല്ലെങ്കിൽ കുപ്പികളിലേക്കോ ഭരണികളിലേക്കോ ഒക്കെ നനവില്ലാത്ത പാത്രങ്ങളിൽ ചൂട് പോകുമ്പം കോരി അടച്ചു വെക്കണം. ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായ മാങ്ങ അച്ചാർ. ഇതുണ്ടാക്കുന്ന വിധം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എൻ്റെ ഈ ചാനലിൻ്റെ പേര് ചിന്നൂസ് ജോക്ക് എന്നാണ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്